ശ്രീ എം ജയചന്ദ്രൻ മിനിസ്റ്ററോട് ഒരു ചോദ്യമുണ്ടെങ്കിലാകാം അദ്ദേഹം പോകുന്നത്. ഞാനൊരു ചോദ്യം ഇനി ചോദിക്കാം, കാരണം അദ്ദേഹത്തിന് തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ശ്രീ ജയചന്ദ്രൻ, ചോദ്യം. എനിക്ക് മിനിസ്റ്ററോട് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനേ ഉള്ളൂ ശരത്. എന്താണെന്നറിയാമോ, ഈ നമ്മുടെ തിരുവനന്തപുരത്ത് ആക്കുളത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് കേന്ദ്ര ഗവൺമെൻറ്റിന് 10 വർഷം മുമ്പ് അന്നത്തെ UDF ഗവൺമെൻറ്റാണ് 2014 കൈമാറുന്നത്. ഒരാവശ്യം ഉണ്ടായ നടപടി ആയിരുന്നില്ല അത്. ഇപ്പോൾ അതിനുശേഷം അത് NSS എന്നായി, നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്നായി. അപ്പോൾ നമുക്കത് 15 ഏക്കറിലാണ് ആക്കുളത്ത് ആ സ്ഥാപനം ഉള്ളത്. അത് തിരിച്ച് പിടിക്കുക, കേരളത്തിന് തിരിച്ച് സൗജന്യമായിട്ട് കൊടുത്തതാണ് മിനിസ്റ്റർ അക്കാര്യം, അത് താങ്കൾക്കും അറിയുമല്ലോ. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ പശ്ചാത്തലത്തിൽ പ്രളയമുണ്ട്, മറ്റ് പല ദുരന്തങ്ങളുമുണ്ട്, പുത്തുമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിലുണ്ട്, ഇപ്പോഴത്തെ വയനാട് ദുരന്തവുമുണ്ട്, ഇനിയും പല പഠനങ്ങളും വേണ്ടതുമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം നമുക്ക് സംസ്ഥാനത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുമോ എന്ന ഒരു അഭിപ്രായം അങ്ങയോട് ഞാൻ ഇവിടെ പങ്കുവെക്കുകയായിരുന്നു പ്രധാനമായിട്ടും. മിനിസ്റ്റർ. തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത്, ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയോട് തന്നെ ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊന്ന് ദേശീയ തലത്തിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളെ, കാലാവസ്ഥാ പഠന കേന്ദ്രങ്ങളെ ശാക്തീകരിക്കാനും ഇവിടെ ഞങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാന തലത്തിലുള്ള പഠന കേന്ദ്രങ്ങൾക്ക് അതിൻ്റെ സഹായം കൂടുതൽ ലഭ്യമാക്കി അതിനെ ശക്തിപ്പെടുത്താനുമുള്ള ഒരു പൊതു സ്ട്രാറ്റജി, ഒരു പുതു പ്ലാൻ നമുക്കുണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആ കൂട്ടത്തിൽ ഒക്കെ പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഇവിടെയാണ് നമ്മളെല്ലാവരും എന്നുള്ളത് കൊണ്ട് ഇതിനാണ് പ്രാമുഖ്യം നൽകിയത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ദീർഘകാലത്തേക്ക് വേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതിൽ ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് നോക്കാം. അതിൻ്റെ മറ്റു വിശദാംശങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ ഈ ടീമിൽ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്ന് അസംബിൾ ചെയ്ത് ഭൗമ്യ പഠനം നടത്താമെന്ന ടീമിൽ തന്നെ NCSSൻ്റെ റിട്ടയർഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ജോൺ മത്തായി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഒന്ന് അങ്ങ് പറഞ്ഞ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാവുന്നതാണ്.